ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന രീതിയിൽ പറയുകയാണ്, ഞങ്ങൾ ഈ വോയിസ് ഒക്കെ എടുത്ത് പുറത്തിടുവാണ്. ഞാൻ അവരോടായിട്ടാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞ് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ നിൽക്കുന്ന ഒരു വിഭാഗം യൂട്യൂബേഴ്സ് എന്ന് പറയുകയാണ്, നിങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള വോയിസുകൾ റെക്കോർഡ് ചെയ്ത് വിടുമ്പോൾ എനിക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ഈ ഇൻ ഹൗസ് ഡ്രഗ് ബാങ്കിൽ പോയിട്ട് SIT ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ ഇൻ ഹൗസ് ഡ്രഗ് ബാങ്കിൽ പോയിട്ട് ഈ വിവരം അന്വേഷിക്കാൻ പോയി. ഞാനും മനും കൂടെ പോയി. അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ഒരു സ്റ്റാഫ് അവിടെ ഫ്രീ ആയിട്ട് നിൽക്കുമായിരുന്നു. അവരോട് ഞങ്ങൾ ഈ കാര്യം ചോദിച്ചു, ഈ ബില്ല് കാണിച്ചിട്ട് ഈ മെഡിസിൻ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു ഈ മെഡിസിൻ ഇവിടെ ഉണ്ട്. ഈ ബില്ല് അവരുടെ സൈൻ തന്നെയാണ് ആ ബില്ലുണ്ടായിരുന്നത്. നമ്മുടെ ബിഷപ്പ് പിന്നെയും ഒരു ഇന്റർവ്യൂ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. സംഭവം കഴിഞ്ഞ ദിവസം സായി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. കുറച്ച് മീഡിയക്കാരെ കണ്ടപ്പോഴത്തേക്ക് സായി ഈ അച്ഛന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛനെ ചാട്ടാവയർ എടുത്ത് വെച്ച് അടിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞതാണ്. ഇത് വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞതൊന്നുമല്ല, വളരെ തമാശ എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ്. കാര്യം പുള്ളിക്കാരന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആവശ്യമില്ല. ഒരു പുരോഹിതൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്തോ ചെയ്യേണ്ട, ഇതേ കണക്ക് അവിടെ ഇവിടെയും പോയി ഇന്റർവ്യൂ കൊടുത്ത് ബാക്കിയുള്ളവരെ ഇങ്ങനെ കുറ്റവും പറഞ്ഞ് ഇങ്ങനെയല്ല ശരിക്കും പറഞ്ഞ് ചെയ്യേണ്ടത്. ഞാനിത് ഓൾറെഡി പല വട്ടം എൻ്റെ വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ കഴിവതും ഇന്റർവ്യൂ കൊടുക്കാതിരിക്കുക, അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം. കാര്യം ഇന്റർവ്യൂ കൊടുക്കും തോറും ഇത് വീണ്ടും ചർച്ചയാവത്തേ ഉള്ളൂ. ഇപ്പം പോലും പുതിയൊരു ഇന്റർവ്യൂ കൊടുത്തിരിക്കുക, അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അച്ഛന് വേണമെങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്യായിരുന്നു. എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കാണാം. സായി എന്ന് പറയുന്ന ബിഗ് ബോസ് സെലിബ്രിറ്റിയും സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ഒരു യൂട്യൂബർ, അദ്ദേഹം ഞാൻ സോഷ്യൽ മീഡിയയിൽ എനിക്ക് പലരും ഒരു വീഡിയോ അയച്ചു തന്നു. ആ ബിഷപ്പ് എന്ന് പറയുന്ന ആളിനെ ചാട്ടവാറ് കൊണ്ടടിക്കണം, യേശുക്രിസ്തു കുരിശയിൽ കിടക്കുന്ന കാരണത്താലാണ്, യേശു കുരിശയിൽ നിന്ന് ഇറങ്ങി വന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അയാളുടെ മുഖം അടിച്ച് പൊളിച്ചേനേമെന്ന് അദ്ദേഹം പറഞ്ഞതായിട്ടുള്ളൊരു വീഡിയോ ഞാൻ കാണുവാനിടയായി. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെ ഇപ്പോൾ അവൻ പറഞ്ഞാൽ തന്നെ അതൊക്കെ നടക്കുന്നൊരു കാര്യമാണോ? അച്ഛൻ അത് ചിന്തിക്കാന്നല്ല ഉള്ളൂ. ആ ഒരു സെൻസിലെടുക്കുക. കാര്യം അച്ഛനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി ശരിക്കും പറഞ്ഞാൽ ശരിയല്ല. ആ ഒരു സാധനമാണ് അതിനകത്ത് ഉദ്ദേശിച്ചത്. അതാണ് എനിക്ക് ബേസിക്കലി അങ്ങനെ ഫീൽ ചെയ്തത്. പിന്നെ രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അച്ഛന് ഓൾറെഡി രേണുവായിട്ട് നല്ല രീതിയിലുള്ള ശത്രുത ഉണ്ടായിരുന്നു. അതിനുശേഷം രേണുവിൻ്റെ അസുഖവും കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അച്ഛൻ അവിടെ ചെല്ലുന്നു, പ്രാർത്ഥിക്കുന്നു. അതൊക്കെ വളരെ നല്ലൊരു കാര്യമാണ്. കാര്യം അച്ഛന് വേണമെങ്കിൽ എന്തു പറയണ്ട, ഈ ഒരാൾ വീണ് കിടക്കുന്ന സമയത്ത് അച്ഛന് പിന്നെയും ആ ആളെ വേണം ദ്രോഹിക്കായിരുന്നു. പക്ഷെ അച്ഛന് ആ ഒരു മനസ്സുണ്ട്. ഒരാൾക്ക് സുഖമില്ലാതിരിക്കുന്ന സമയത്ത് അയാളുടെ കൂടെ നിൽക്കണം, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അപ്പം ഞാൻ എൻ്റെ വീഡിയോയിൽ ശരിക്കും പറഞ്ഞ ആ ഒരു കാര്യത്തിൽ അച്ഛനെ സപ്പോർട്ടാണ് ചെയ്തത്. പക്ഷെ അനാവശ്യമായിട്ട് ആ മഴവിൽ കേരളം എന്ന് പറയുന്ന ആ ഒരു ചാനലിനകത്ത് ഇൻ്റർവ്യൂ കൊടുത്ത് ആ ഒരു പയ്യനെയും കൂടെ വലിച്ചിട്ട് ഞാൻ ഇപ്പം പൊട്ടിക്കും, വേറെ ആൾക്കാരെയും കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കും, കൂടുതൽ കിടന്ന് കളിക്കാൻ നിൽക്കണ്ട, ഇങ്ങനെയുള്ള വർത്തമാനമൊക്കെ ശരിയാണോ? അച്ഛൻ തന്നെ ചിന്തിക്ക്. നിങ്ങളുടെ നിലപാടല്ലേ ഇവിടെ നഷ്ടമായത്? എത്രയോ ജനങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്തതാണ്. രേണു പണ്ട് ചെയ്ത പ്രവൃത്തിയോടെ ഒരു മനുഷ്യർക്കും യോജിപ്പില്ല. പക്ഷേ രേണുവിന് ഈ ഒരു അസുഖമാണ് എന്ന് അറിഞ്ഞ സമയം തൊട്ട് ഞാൻ ഈ ആ ഒരു കേസ് വിട്ട്. കാര്യം ഇനി രേണുവിനെ നമ്മളൊന്നും പറഞ്ഞിട്ടോ വെള്ളം വെച്ചിട്ടോ കാര്യമില്ല. രേണു തിരിച്ചു വരട്ടെ, രേണുവിൻ്റെ അസുഖമൊക്കെ മാറിയിട്ട് രേണു പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്ത് വീണ്ടും വരട്ടെ. അപ്പോൾ അന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേണുവിനെ വിമർശിച്ചിരിക്കും. അല്ലാതെ ഒരാൾക്ക് സുഖമില്ലാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അതെടുത്ത് വെച്ച് മുതലെടുത്തിട്ട് നമുക്കൊന്നും നേടാനില്ല. അപ്പോൾ അച്ഛൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് ഈ കിച്ചുവിനെ പറ്റിയിട്ട് ഇങ്ങനെ വന്ന് സംസാരിച്ചത്. അഥവാ കിച്ചുവിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് അച്ഛന് വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. ഇതിപ്പോൾ നേരെ മറിച്ച് ത്രെട്ട് ചെയ്യുന്ന രീതിയിലാണ്. ഇപ്പോഴും അച്ഛൻ ത്രെട്ട് ചെയ്യുന്ന പോലെ സംസാരിക്കുന്നത്. ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന രീതിയിൽ പറയുകയാണ്, ഞങ്ങൾ ഈ വോയിസ് ഒക്കെ എടുത്ത് പുറത്തിടുവാണ്. ഞാൻ അവരോടായിട്ടാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞ് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ നിൽക്കുന്ന ഒരു വിഭാഗം യൂട്യൂബേഴ്സ് എന്ന് പറയുകയാണ്, നിങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള വോയിസുകൾ റെക്കോർഡ് ചെയ്ത് വിടുമ്പോൾ എനിക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ, എനിക്കറിയാവുന്ന പല കാര്യങ്ങൾ ഞാൻ പബ്ലിക്കിനോട് വന്ന് കൃത്യമായിട്ട് പറയും. അതും തെളിവുകളോടുകൂടി തന്നെ. കണ്ടോ, ഇവിടെയും അച്ഛൻ പറയുന്ന കണ്ടില്ലേ? അഥവാ ഞങ്ങളോടൊക്കെ സംസാരിച്ച കാര്യങ്ങൾ ഞങ്ങൾ പുറത്തിടുകയാണെങ്കിൽ ഞാൻ കൃത്യം തെളിവുകൾ ഉൾപ്പെടെ ആർക്കെതിരെ, അതായത് കിച്ചുവിനെതിരെയുള്ള സാധനങ്ങളെടുത്ത് വെളിയിലിടും എന്നുള്ള രീതിയിലാണ് പുള്ളി ഇവിടെയും പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളോട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഞങ്ങളോട് പറ. ഞങ്ങൾ വിമർശിക്കുന്നതിന് എന്തിനാണ് കിച്ചുവിനെതിരെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെളിയിലിടാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്? അത് തന്നെ തെറ്റല്ലേ? ഇന്നേ വരെ അവൻ്റെ വായിൽ നിന്ന് ഈ അച്ഛനെ പറ്റിയിട്ട് ഇച്ചിപ്പോ എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഈ കിച്ചു എന്ന് പറയുന്നൊരു പയ്യൻ അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനെതിരെയും ഞങ്ങളെല്ലാവരും വീഡിയോ ചെയ്തിരിക്കും. അല്ലാതെ
അവനെ ഞങ്ങൾ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു പരിപാടിയൊന്നുമില്ല. കിച്ചുവിൻ്റെ ഭാഗത്ത് തെറ്റ് കണ്ട സമയത്ത് നല്ല രീതിയിൽ അവനെ അഗെയിൻസ്റ്റ് ആയിട്ട് ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ അച്ഛൻ വന്നിരുന്ന് സംസാരിക്കുന്നത് അത് ശരിക്കും നിങ്ങൾക്ക് ചേർന്നൊരു പണിയാണോ? എന്റെ CC ക്യാമറയിൽ വന്ന തെളിവുകളുണ്ട് പല കാര്യങ്ങൾ. അത് വെച്ച് ഞാൻ പല കാര്യങ്ങൾ പറയാനിടയാകുമ്പോൾ പലർക്കും അത് മുറിവേൽക്കപ്പെടും. എനിക്കിപ്പോൾ അതിന് തുനിയേണ്ട ആവശ്യമില്ലെന്ന് ഓർത്ത് ഞാൻ സൗമ്യമായിട്ട് എൻ്റെ കാര്യം നോക്കി ഞാൻ മുൻപോട്ട് പോവുകയാണ്. സായി കൃഷ്ണനോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ മുഖം അടിച്ചു പൊളിക്കണം എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൈവം നിങ്ങളോട് ക്ഷമിക്കട്ടെ. സർവശക്തനായ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളോട് ക്ഷമിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളൂ. എനിക്ക് നിങ്ങളോട് പകയില്ല, വൈരാഗ്യമില്ല, ദേഷ്യമില്ല ഒന്നും. പക്ഷേ നിങ്ങൾക്കത് പറയുവാനുള്ള ആ ചേതോവികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ല, ഉടനെ നിങ്ങൾ എന്നെ അടിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. അത് ചാട്ടവാറുകൊണ്ട് എന്നെ അടിക്കണമെന്നാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അച്ഛൻ ഒന്ന് ആലോചിച്ച് നോക്ക്, 10-22 വയസ്സുള്ള ഒരു പയ്യനെ പറ്റി അച്ഛൻ വന്ന് ഇങ്ങനെ പറയുന്നത് ശരിയാണോ? അതെന്താ അച്ഛൻ മനസ്സിലാക്കാത്തത്? അച്ഛനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ അതൊരിക്കലും സഹിക്കാൻ പറ്റുന്നില്ല. ഭയങ്കരമായിട്ട് അങ്ങ് പ്രഷർ കയറുക, അച്ഛൻ ഭയങ്കരമായിട്ട് കിടന്ന് ബഹളം വയ്ക്കുക. പക്ഷെ അച്ഛൻ ആരെ പറ്റി എന്തും പറയാവോ? അത് ഇവിടെ ന്യായമാണ്? അവൻ ഒരിക്കലും അത് അടിക്കണം എന്നുള്ളൊരു ഇൻറ്റൻഷനിൽ അവൻ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ചിന്തിക്കാന്നല്ല ഉള്ളൂ. അവനെ അങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞിട്ട് ഈ മനുഷ്യനെ പോയി അടിക്കുന്നൊരു കാര്യം നടക്കുന്നൊരു കാര്യമാണോ? അവൻ്റെ ഒരു എന്ത് പറയണം, ഒരു തമാശ എന്നുള്ള രീതിയിലൊക്കെ അവൻ സംസാരിച്ചായിരിക്കും. അല്ലാതെ അവൻ കാര്യമായിട്ട് അടിക്കണം എടുക്കണം എന്നുള്ള രീതിയിൽ അവൻ സംസാരിക്കേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല. അച്ഛൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി എന്താ? അച്ഛൻ ശരിക്കും പറഞ്ഞാൽ 2 പേരെയും കൂടെ ചേർത്ത് പിടിക്കാനല്ലേ ശ്രമിക്കേണ്ടത്? 2 പേരുടെയും പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനല്ലേ ശ്രമിക്കേണ്ടത്? നേരെ മറിച്ചിട്ട് കുറച്ചും കൂടി എണ്ണ ഓടി ഒഴിക്കുകയാണെന്ന് പറയുമ്പോഴത്തേക്ക് അത് ശരിയാണോ? എന്നെ അങ്ങനെ അടിക്കുവാൻ നിങ്ങളുടെ മനസ്സിലെ ആ ഒരു എന്താണ് പറയേണ്ടത്, എനിക്ക് ഇത്രയും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുള്ളതാണ്. ബ്ലഡ് പ്രഷറിന് ഞാൻ വളരെ നീണ്ട വർഷക്കാലം 2 നേരം മെഡിസിൻ എടുക്കുന്ന ഒരാളാണ്. ഒരു പേഴ്സണൽ കാര്യങ്ങളല്ലാതെ എന്നെ മുറിവേൽപ്പിക്കുന്ന പല കാര്യങ്ങൾ ചോദ്യങ്ങളായിട്ട് പല യൂട്യൂബേഴ്സ് ഇന്റർവ്യൂ ചെയ്യാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് വേദനിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ഒച്ചത്തിൽ സംസാരിച്ചിട്ടുണ്ട്. എന്റെ വായ അടയ്ക്കണം, മിണ്ടാതിരിക്കണം, അതൊരു അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നത് പോലാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. എന്നോട് ചോദിക്കുന്ന പല ആൾക്കാരും മൈക്കുമായിട്ട് സീക്രട്ട് ഏജന്റ് സായിയുടെ അടുത്തേക്ക് ചോദിച്ചപ്പോഴാണല്ലോ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞ് എന്റെ മുഖം അടിച്ചു പൊളിക്കണമെന്ന് പറഞ്ഞ അദ്ദേഹം. എന്തെങ്കിലും ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്നോട് വന്ന് ചോദിച്ചാൽ ഇപ്പൊ നിങ്ങളോട് പറയാണ്, ഒരിക്കലും അദ്ദേഹത്തോട് എനിക്കൊരു പകയല്ല, ദേഷ്യമല്ല. അദ്ദേഹം ഇനി അഥവാ അടിക്കാൻ വരുന്നുണ്ടെങ്കിൽ എന്റെ വീട് ചങ്ങനാശ്ശേരിയിലാണ്, ഞാൻ ലൊക്കേഷൻ അയച്ചു തരാൻ, നേരിട്ട് വന്ന് എന്റെ മുഖം അടിച്ചു പൊളിച്ചോളൂ, ഒരു കുഴപ്പമില്ല, അതിനെനിക്ക് വിരോധമില്ല. ആരാണ് ഇത്ര കൃത്യമായിട്ടൊക്കെ പോയി ഇന്റർവ്യൂ എടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. തെരഞ്ഞു പിടിച്ച് അച്ഛനെ പോയിട്ട് എല്ലാവരും ഇന്റർവ്യൂ എടുക്കുന്നുണ്ട്. കാര്യം അച്ഛൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാം. അച്ഛൻ അത് ആദ്യം മനസ്സിലാക്കുക, നിങ്ങളെ മുതലെടുക്കുവാണ്, മനസ്സിലായ? നിങ്ങളുടെ വായിൽ നിന്ന് എന്തെങ്കിലും കിട്ടണം എങ്കിലേ അതെടുത്ത് വെച്ച് പബ്ലിക്കിൽ ഇട്ടിട്ട് അടുത്ത കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ പറ്റൂ. അച്ഛനെ സംബന്ധിച്ച് അച്ഛൻ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് അറിയത്തില്ല. അത് അച്ഛന് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, അച്ഛൻ എല്ലാ യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് ചെന്ന് ഈ പറയുന്ന രേണുവിനെ പറ്റിയാലും ബാക്കിയുള്ളവരെ പറ്റിയിട്ടായാലും അച്ഛൻ ഭയങ്കര രീതിയിൽ ചെന്നിട്ട് നെഗറ്റീവ് സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ ആരെങ്കിലും എടുത്ത് പുറത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് വീണ്ടും അവർക്കായിരിക്കും വേദന ഉണ്ടാകുന്നത്. പക്ഷെ അതങ്ങനെ ഒരു മനുഷ്യരും ചെയ്യാൻ പോകുന്നില്ല. കാര്യം അച്ഛൻ ഇങ്ങനെ സംസാരിച്ച സമയത്ത് അച്ഛൻ്റെ ചാറ്റം കണ്ടാണ് രാജേട്ടൻ്റെ അടുത്ത് വെച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നത്. കാര്യം അച്ഛൻ ഏത് വീഡിയോ വന്നു കഴിഞ്ഞാലും എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് അച്ഛൻ ഓരോന്ന് ചെന്നിരുന്ന് പറയാറുണ്ട്. അതിനെ പറ്റിയിട്ടേ പറഞ്ഞിട്ടുള്ളൂ. എന്തായാലും ഞാൻ ഇതിൽ കൂടുതലൊന്നും പറയുന്നില്ല. എന്തായാലും അച്ഛൻ ഇനിയെങ്കിലും ഈ ഒരു ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ നിർത്തുക. അത് അത്ര ശരിയുള്ളൊരു ഏർപ്പാടല്ല. ഇനി ഈ രേണുവിൻ്റെ ബില്ലിൻ്റെ വിഷയം ഉണ്ടല്ലോ, 2 ലക്ഷം രൂപയുടെ ബില്ല്, അത് കുറേ ആൾക്കാർ പറയുന്നത് അത് ഫേക്കായിട്ടുള്ള ബില്ലാണ്, ആ മരുന്നിന് അത്രയും പൈസയില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, അതൊക്കെ ഒറിജിനൽ ബില്ല് തന്നെയാണ്. അതൊക്കെ അന്വേഷിച്ച് നോക്കി അത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അവർക്ക് സുഖമില്ലാതിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ എടുത്തു വെച്ച് അത് കള്ളത്തരമാണ്, സർക്കാരിൽ നിന്ന് ആനുകൂല്യം കിട്ടും, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ സംസാരിക്കുന്നതിനകത്തോട്ട് എനിക്ക് ബേസിക്കലി യോജിപ്പില്ല. അവർക്ക് സുഖമില്ലായിരിക്കുമ്പോഴത്തേക്ക് അവർ എന്തെങ്കിലും ചെയ്ത് അവരിനി മുന്നോട്ട് ജീവിക്കട്ടെ. ചുമ്മാ അനാവശ്യമായിട്ട് അതെടുത്ത് വെച്ച് സംസാരിക്കുന്നതിനകത്ത് എന്ത് പ്രയോജനമുള്ള നിങ്ങൾ പറ. ഞാൻ ഈ കുറേ ആൾക്കാരുടെ കമൻസാണ്, ഞാൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരല്ല, വീഡിയോ ചെയ്യുന്ന ആൾക്കാർ കുറേ പേര് അവയർനെസ് ആയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്, വേണമെങ്കിൽ മറ്റേ എന്തുവായിരുന്നു ഈ ആനുകൂല്യങ്ങളൊക്കെ കിട്ടത്തില്ലേ, അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തു പറയണ്ടേ, കുറേ ആൾക്കാർ പറയുന്നത് എന്നിട്ട് എഡിറ്റ് ചെയ്തിട്ട് പേര് മാറ്റി, കൈ മനഃപൂർവ്വം പൊത്തിപ്പിടിച്ചു. ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. കാര്യം രേണു പബ്ലിക്കിൽ പണ്ട് എന്താണോ കൊടുത്തത് അതായിരിക്കാം മേ ബി ഒരു പക്ഷേ തിരിച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നത്.
പക്ഷെ എന്നാൽ പോലും കുറച്ചൊക്കെ കുറയ്ക്കുന്നതാണ് നല്ലത്. വയ്യാണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് നമുക്ക് പിന്നെ അവരെ ഇങ്ങനെ ഓരോന്ന് പറയാനായിട്ട് തോന്നുന്നത്? എന്തായാലും നമ്മുടെ ദേവ് ടോക്സും നമ്മുടെ മാസ്റ്റർ മൈൻഡ് മനുവും കൂടെ വേണ്ടത് ഇവർക്ക് ആ ബില്ല് കൊടുത്ത ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അവരതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ കാണാം. വെച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ദിവസം ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, നാട്ടിലുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ 2 ദിവസം കൊണ്ട് ഈ വിഷയം അന്വേഷിക്കാൻ പോകാൻ പറ്റാത്തത്. ഇന്ന് ഈ ഇൻഹൗസ് ഡ്രഗ് ബാങ്കിൽ പോയിട്ട് SIT ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ ഇൻഹൗസ് ഡ്രഗ് ബാങ്കിൽ പോയിട്ട് ഈ വിവരം അന്വേഷിക്കാൻ പോയി. ഞാനും മനും കൂടെ പോയി. അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ഒരു സ്റ്റാഫ് അവിടെ ഫ്രീ ആയിട്ട് നിൽക്കുമായിരുന്നു. അവരോട് ഞങ്ങൾ ഈ കാര്യം ചോദിച്ചു, ഈ ബില്ല് കാണിച്ചിട്ട് ഈ മെഡിസിൻ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു ഈ മെഡിസിൻ ഇവിടെ ഉണ്ട്. ഈ ബില്ല് അവരുടെ സൈൻ തന്നെയാണ് ആ ബില്ലുണ്ടായിരുന്നത്. ഞങ്ങളോട് സംസാരിച്ച ആ സ്റ്റാഫിൻ്റെ സൈൻ തന്നെയാണ് ആ ബില്ലിലുണ്ടായിരുന്നു. അവർ പറഞ്ഞു ഞാനാണ് ഈ ബില്ല് കൊടുത്തത്, മെഡിസിൻ കൊടുത്തത് ഞാൻ തന്നെയാണ്. 2,57,000 രൂപയാണ് എൻ്റെ ആക്ച്വൽ പ്രൈസ്. അതിൽ നിന്ന് 54,000 സംതിങ് എമൗണ്ട് വേവ് ചെയ്തിട്ട് 2,02,600 രൂപയ്ക്കാണ് ഈ മെഡിസിൻ അവർക്ക് കൊടുത്തിരുന്നത്. സോ ബില്ല് ഫാബ്രിക്കേറ്റഡ് അല്ല. അത് ഞങ്ങൾ നേരിട്ട് പോയി സംസാരിച്ച് അറിഞ്ഞ കാര്യമാണ്. ഈ വിഷയം കണ്ടല്ലോ, ബില്ല് ഫാബ്രിക്കേറ്റഡ് അല്ല, ഒറിജിനലാണ്. ഇപ്പം ഇനിയെങ്കിലും ഈ ബില്ലിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഈ കോൺട്രവേഴ്സി അങ്ങ് അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത്. അവർ ഇനി എന്തോ ചെയ്യട്ടെ, അവരെങ്ങനെയെങ്കിലും അവർ ജീവിക്കട്ടെ. പക്ഷെ പിന്നെയും നമ്മൾ ആ ഒരു വിഷയം എടുത്തു വെച്ചിട്ട് സംസാരിക്കുന്നതിനകത്ത് വലിയ അർത്ഥമില്ല. അത് കണ്ട സമയത്തെ അത് നമ്മളെല്ലാവരും പറഞ്ഞതാണ്. മാത്രമല്ല ആ മെഡിസിനെ പറ്റിയിട്ട് നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ മതി, അത് മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ ഇടയിൽ കുറേ ക്യാൻസർ സർവൈവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ രംഗത്ത് വരുന്നു. അവർക്ക് ഇങ്ങനൊരു സംഭവം ഇല്ല. ഇത് എല്ലാവരുടെയും ശരീരത്ത് ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. എല്ലാം ഒരേ കണക്ക് വരണമെന്നില്ല. എന്തുകൊണ്ടാണ് നിങ്ങളൊക്കെ പിന്നെയും ഇങ്ങനെ വന്ന് സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും രേണുവിൻ്റെ അവസ്ഥ ഭയങ്കര മോശമെന്നൊക്കെയുള്ള രീതിയിലോട്ടാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എന്തോ ആയിക്കോട്ടെ, രേണു പെട്ടെന്ന് തന്നെ റിക്കവറായിട്ട് തിരിച്ചു വരട്ടെ. പഴയതുപോലെയൊക്കെ തിരിച്ചു വന്ന് സോഷ്യൽ മീഡിയ കോൺട്രവേഴ്സിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആ ഒരു എന്ത് പറയണ്ട, വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ രേണുവിനെ വിമർശിക്കാം, വിഷയമില്ല. കാര്യം രേണുവിനെ സംബന്ധിച്ച് രേണുവിൻ്റെ കണക്ക് കണ്ടന്റ് കൊടുത്തത് ഒരു വ്യക്തിയില്ല സോഷ്യൽ മീഡിയയിൽ ഉള്ള കാര്യം പറയാനില്ല. അന്നും ഇന്നും രേണു നിൽക്കുന്ന ആ ഒരു ലൈം ലൈറ്റ് ഉണ്ട്. അതായത് അന്ന് 2 വർഷത്തിന് മുന്നേയും രേണുവിനെ പറ്റിയിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഉള്ള വ്യൂവർഷിപ്പും ഇന്നും രേണുവിനെ പറ്റി വീഡിയോ ഇട്ടാനുള്ള വ്യൂവർഷിപ്പിനും എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ല. കാര്യം അത്രയ്ക്ക് രേണു ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. വിഷയത്തിൽ ഈ ഒരു ചർച്ച ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കണമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. കാരണം ബില്ലിൻ്റെ കാര്യത്തിൽ അവർ ഒരു തട്ടിപ്പും കാണിച്ചിട്ടില്ല. സോ അത് പറയാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. അതോടൊപ്പം തന്നെ എന്തുകൊണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ടു, ഡേറ്റ് കാണുന്നില്ല, ബിൽ നമ്പർ കാണുന്നില്ല, അങ്ങനെ വന്നപ്പോഴേക്കും സ്വാഭാവികമായിട്ട്, കാരണം ഇത് രണ്ടും ആ ചേച്ചിയുടെ കൈ വെച്ച് മറിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മനഃപൂർവ്വം മറിഞ്ഞു എന്നല്ല ഞാൻ പറയുന്നത്, കൈ പിടിച്ച സമയത്ത് സംഭവിച്ചു പോയതായിരിക്കാം, ഈ പറഞ്ഞ ബില്ല് കാണിച്ച കൂട്ടത്തിൽ സംഭവിച്ചു പോയതായിരിക്കാം. അപ്പോൾ അത് മറിഞ്ഞതുകൊണ്ടാണ് പല ആൾക്കാർക്കും അതൊരു ഫാബ്രിക്കേറ്റഡ് ബില്ലായിട്ടും. കാര്യം രേഷ്മ പി തങ്കച്ചൻ എന്ന് പറയുന്ന പേര് ബോൾഡായിട്ട് കാണിക്കുന്നു, എറൗണ്ട് എമൗണ്ട് എന്നുള്ളത് ബോൾഡായിട്ട് കാണിക്കുന്നു, ടോക്കൺ നമ്പർ ബോൾഡായിട്ട് കാണിക്കുന്നു, ബാക്കിയെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് സംഭവങ്ങളെല്ലാം അധികം ബോൾഡ് അല്ലാണ്ട് മങ്ങിയ ഒരു അക്ഷരത്തിൽ കാണിക്കുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആൾക്കാരുടെ മനസ്സിലേക്ക് ചിന്തകൾ പോകുന്നു, ഇത് ഫാബ്രിക്കേറ്റ് ചെയ്ത ബില്ലാണ്, പൈസ തട്ടിക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് ചിന്തകൾ പോകുന്നു. അങ്ങനെ വലിയ ചർച്ചയായിട്ട് മാറുന്നു. അതിൻ്റെ ഒരു സത്യാവസ്ഥ അന്വേഷിക്കാൻ വേണ്ടിയാണ് ഇന്ന് പോയത്. ശരിക്കും 2 ദിവസം മുന്നേ തന്നെ പോകേണ്ടതായിരുന്നു, പക്ഷേ ഇവിടെ ഇല്ലായിരുന്നുകൊണ്ടാണ് പോകാൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സംഭവം. അവർ നേരിട്ട് പോയി അന്വേഷിച്ചിട്ട് വന്ന് പറഞ്ഞ കാര്യമാണ്. അത് തന്നെ ഒരു വലിയ കാര്യമല്ലേ. കാര്യം അവർക്ക് വേണമെങ്കിൽ ഇത് മറച്ചു വയ്ക്കാം, പക്ഷെ അവരത് ചെയ്യാതെ അവരത് വന്ന് വീഡിയോയിൽ പറഞ്ഞല്ലോ. മനു ആയാലും ദേവായാലും വന്ന് വീഡിയോയിൽ പറഞ്ഞു സംഭവം ജെന്യുവനായിട്ടുള്ള കാര്യം തന്നെയാണ്, കോൺട്രവേഴ്സി ഇവിടെ അവസാനിപ്പിക്കണമെന്ന്. അത് സത്യമാണ് പറഞ്ഞത്. കാര്യം ഇനിയും വീണ്ടും ഇതൊക്കെ എടുത്തു വെച്ചിട്ട് വ്യാജമാണ്, കള്ളത്തരമാണ് എന്നൊക്കെ പറയുന്നത് ശരിയുള്ളൊരു പരിപാടിയല്ല. എന്തായാലും ഇത്രയാണ് സംഭവങ്ങൾ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.